നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ നുണ പറഞ്ഞോണ്ടാ നമ്മൾ ഈ പറയുന്നത്. ദിവാരം മാഷോടാണ് ചോദ്യം. ദിവാരം മാഷെ മറന്നുപോകുന്ന വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇവിടെ മാസപ്പൊടി വാങ്ങുന്നത് പിണറായി വിജയന്റെ മകളല്ലേ? രണ്ടാമത് പൗരത്വ ബില്ലിന് നേരെ സമരം ചെയ്തപ്പോൾ 5 ദിവസം ജയിലിൽ കിടന്ന ആളാണ് ഞങ്ങള്. പിണറായി വിജയൻ കേസെടുത്തു. പിന്നെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ പറയുന്നു. സുക്കൂറിനെ വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്നില്ലേ? ഷുഹൈബിനെ നിങ്ങൾ കൊന്നില്ലേ? ശരത് ബാലിനെ നിങ്ങൾ കൊന്നില്ലേ? ടി.പി. ചന്ദ്രശേഖരനെ നിങ്ങൾ വെട്ടിക്കൊന്നില്ലേ? എല്ലാം മറന്നതാണ്. പക്ഷേ സിദ്ധാർത്ഥനെ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ശൈലജ എന്താണ് ആ നിലപാട്? ഈ കൊല ചെയ്തവരോടാണോ മരിച്ചവരോടാണോ എന്ന് വ്യക്തമാക്കണം. 56 ശേഷം കേരളം രൂപം കൊണ്ട് 57 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നതിന് ശേഷം ഈ 24 വരെ ധീരജ് രാജേന്ദ്രൻ വരെയുള്ള 34 SFIക്കാരെ കൊന്നത്, ധാരാളം ആളുകളെ രക്തസാക്ഷികളാക്കിയത് കോൺഗ്രസും BJP-യാണ്. അതിലൊക്കെ പങ്ക് നിങ്ങൾ പറ. ഏതെങ്കിലും ഒരു SFIക്കാരനെ കേരളത്തിലെ ക്യാമ്പസിൽ കോൺഗ്രസുകാര് പറയട്ടെ, SFIക്കാരെ കൊല ചെയ്ത പോലെ കേസുകാരനെ കൊല ചെയ്ത പറ. ഈ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ മാസപ്പടി പറഞ്ഞല്ലോ, മറുപടിയാ പറയുന്നത്. മാസപ്പടിയാണ് വാങ്ങിക്കൊണ്ടത് പോയത്. തെളിവെന്താ? കൊഴൽനാടൻ ഇന്ന് വരെ തെളിവാതിരാക്കിയില്ല. കൊഴൽനാടനെതിരായി കേസ് വന്നതാണിപ്പം. മാസപ്പടിയുടെ പേരിൽ ഏത് ഏജൻസിയാണ് തെളിവ് കോടതിയുടെ മുമ്പിൽ വെച്ചത്? അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വീണയെ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ അന്വേഷണത്തിന് നിങ്ങളെ കയ്യിൽ, കേന്ദ്രത്തിന്റെ കയ്യിൽ ED ഉണ്ട്. അറസ്റ്റ് ചെയ്യൂല. സ്വർണ്ണ കള്ളക്കടത്തിന്റെ അന്വേഷണം നടത്താൻ SBIO അന്വേഷണം നടക്കുകയല്ലേ? തെളിവ് കിട്ടിയ SBIO അന്വേഷണം നടക്കുകയാണ്. ഞങ്ങൾ അന്വേഷണമല്ല, കേന്ദ്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. SBIO ഒക്കെ എന്ത് തെളിവ് കിട്ടി എന്ന് പറ. നിങ്ങൾ അന്വേഷണത്തിന്റെ ഏജൻസി കേന്ദ്രം ഇടപെട്ടിട്ടുണ്ട്. ആ കേന്ദ്ര ഏജൻസികൾക്ക് ആർക്കാണ് കൃത്യമായ തെളിവ് കിട്ടിയത്? മാസപ്പടി എന്ന് പറയുന്നത് ഒരു പുക മറ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ബാക്കിയുള്ള എല്ലാ അഴിമതിയെയും നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുകയല്ലേ? അല്ലാതെ ബോണ്ട് വാങ്ങിയാരാ? ബോണ്ട് വാങ്ങിയത് BJP മാത്രം, നിങ്ങളുമല്ലേ? ബോണ്ട് വാങ്ങിയാരാ? അഴിമതിയല്ലേ? കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്നതിന് BJP-യുടെ കൂടെ ചൂട്ടുപിടിച്ചു കൊടുത്ത കള്ളന് ചൂട്ടുപിടിച്ച ആളുകളാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വലിയ ന്യായമൊന്നും പറയണ്ട. മാസപ്പടിയുടെ പേരിൽ 8 കൊല്ലമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പറയുന്നത് നിങ്ങളെ കേരളയിലേക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോടിക്കണക്കിന് രൂപ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞല്ലോ, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നിലപാടെടുത്ത മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ പിരിച്ചുവിടാൻ ധൈര്യം കാണിക്കില്ല. കാരണം എന്താ? കേന്ദ്രം ഭരിക്കുന്ന BJP-യുമായി നരേന്ദ്രമോദിയുമായി കൃത്യമായി രഹസ്യ ബാന്ധവം സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് പിരിച്ചുവിടൂല. അതുകൊണ്ടാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് എതിരായി മാറുന്ന നിലയിലേക്ക് വന്നു. മാസപ്പടി വിവാദം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു പിടിച്ചു മോശമാക്കാൻ ശ്രമിച്ചാലും മോശമാവില്ല. BJP-യുടെ അഭിപ്രായം UDF-നോടാണ്. ഒരു മിനിറ്റ്